അമർചിത്ര കഥ പോലൊരു തുടക്കം, നാടോടി കഥ പോലൊരു ഒടുക്കവും. അജയൻ ഒന്നാമതും രണ്ടാമതും മോഷിച്ച് തന്റെ കുടുംബത്തിന്റെ മോഷണ പാരമ്പര്യം അവസാനിപ്പിക്കുമ്പോൾ 2.5 മണിക്കൂർ നേരം ഒരു എന്റർടൈനർ കണ്ട സംതൃപ്തി കാഴ്ചക്കാർക്ക് ലഭിക്കും. 5 പരമ്പര നീണ്ട മോഷ്ടാക്കളുടെ കുടുംബത്തിലെ അവസാന കണ്ണിയാണവൻ അജയൻ. അവനു മുമ്പ് മുതുമുത്തശ്ശൻ കുഞ്ഞിക്കേളുവും മുത്തശ്ശൻ മണിയനും മോഷ്ടാക്കളായിരുന്നു. ജീവിതത്തിൽ ഒരേയൊരു തവണ മാത്രം മോഷ്ടിക്കുകയും അത് ആരും അറിയാതെ തിരിച്ചെത്തിക്കുകയും ചെയ്തുവെങ്കിലും കുടുംബത്തിന്റെ കളനെന്ന പേര് അജയനും പതിച്ചു കിട്ടുകയായിരുന്നു. മണയൻ വളപ്പിൽ അജയൻ എന്ന MV അജയൻ റിപ്പയറിംഗ് സ്ഥാപനവും ഹോം ട്യൂഷനും ഇലക്ട്രീഷ്യൻ പണിയുമൊക്കെ ആയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും കള്ളനെന്ന് വിളിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിലും അയാളുടെ രക്തത്തിലൊരു കള്ളൻ പതുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മുതുമുത്തശ്ശൻ കുഞ്ഞിക്കಳುവിനെ പോലെ അമൂല്യമായൊരു വസ്തു പോലെ അജയനും അയാൾക്ക് മൂല്യമളക്കാനാവാത്തതൊന്ന് മോഷ്ടിക്കുന്നുണ്ട്. കുഞ്ഞിക്കേളുവിനും അജയനും ഇടയിൽ ജന്മാന്തര ബന്ധത്തിന് വേണ്ടിയായിരിക്കണം മണിയൻ ഇവർക്കിടയിൽ വന്നിട്ടുണ്ടാവുക. ടൊവിനോ തോമസ് എന്ന നടനേക്കാൾ ടൊവിനോ തോമസിലെ അഭ്യാസിയാണ് ഈ സിനിമയിൽ മുന്നിട്ട് നിൽക്കുന്നത്. പൂർണ്ണമായും ടൊവിനോയുടെ സിനിമയെന്ന് പറയാവുന്ന അജയന്റെ രണ്ടാം മോഷണം അഥവാ ARMൽ കുഞ്ഞിക്കേളുവും മണിയനുമായി അയാൾ അഴിഞ്ഞാടുന്നുണ്ട്. അജയനാവട്ടെ സകല അഭ്യാസങ്ങളും അറിയാമെങ്കിലും അയാൾ ഒരു പാവം പിടിച്ച പയ്യനാണ്. പിതാക്കന്മാരുടെ ചീത്തപ്പേര് തലയിലേറ്റാൻ വിധിക്കപ്പെട്ടവൻ. ഒരു കഥയും 3 കാലവും 3 കഥാപാത്രങ്ങളുമാണ് ARM. വ്യത്യസ്ത കാലത്തെ അതിന്റെ ചാരുതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് സംവിധായകൻ ജിതിൻ ലാൽ. നവാഗതനെങ്കിലും സാങ്കേതിക തികവോടെ സിനിമ ഒരുക്കിയിരിക്കുന്നു സംവിധായകൻ. തന്റെ ആദ്യ സിനിമയിൽ ടൊവിനോ നായകനായി വന്നപ്പോഴും മോഹൻലാലിനെയും മമ്മൂട്ടിയും കൂടെ നിർത്താൻ ജിതിൻ ലാൽ ശ്രമിച്ചിട്ടുണ്ട്. അനശ്വരതയിൽ നിന്ന് സിനിമ ആരംഭിക്കുമ്പോഴും അനശ്വരതയിലേക്ക് സിനിമ അവസാനിപ്പിക്കുമ്പോഴും മോഹൻലാലിന്റെ ശബ്ദത്തിലാണ് പ്രേക്ഷകർ വിവരണങ്ങൾ കേൾക്കുന്നത്. സിനിമയിലെ അജയനാകട്ടെ ഹോം റേഡിയോ ലൈസൻസ് ഉള്ള ഏതാനും പേരിൽ ഒരാൾ താനാണെന്നും മറ്റുള്ളവർ മമ്മൂട്ടിയും കമലാസനും രാജീവ് ഗാന്ധിയും ഒക്കെയാണെന്നും പറയുന്നു. ഒപ്പം പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമന്റെ ഗീതങ്ങളും ഉരുവിടുന്നു. ഏതഭ്യാസവും എങ്ങനെയും വഴങ്ങുന്ന കുഞ്ഞിക്കേളുവിന്റെ രക്തത്തിലെ സാഹസികത പുത്രൻ മണിയനും പ്രപുത്രൻ അജയനും കിട്ടിയിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത കുടുംബത്തിലെ ഏക ആൺതരിക്കുട്ടിയാണ് അജയൻ. വടക്കൻ കേരളത്തിൽ 1900-ലും 1950-കളിലും 1990-കളിൽ നടക്കുന്ന 3 കഥകളാണ് ARM അവതരിപ്പിക്കുന്നത്. കാസർഗോഡൻ ഭാഷ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ വടക്കിന്റെ രസകരമായ സംഭാഷണ ശൈലി കൊണ്ടുവരാൻ രചയിതാവ് മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മിടുക്കിൽ കഥാപാത്രങ്ങൾ ആ സംഭാഷണങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നുണ്ട്. 3 കാലങ്ങൾ അനുഭവിച്ച കലാവിഭാഗം, മികച്ച ക്യാമറ ചെയ്ത ജോമോൻ T. ജോൺ, എഡിറ്റിംഗ് കൊണ്ട് മായാജാലം കാണിച്ച ഷമീർ മുഹമ്മദ് എന്നിവരെല്ലാം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. വലിയ ക്യാൻവാസ് ആയിട്ടും തന്റെ ആദ്യ ചിത്രം മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ജിതിൻ ലാൽ, സംവിധായകൻ എന്താണോ ആഗ്രഹിച്ചത് അതിൽ കൂടുതൽ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ച ടൊവിനോ തോമസ് എന്നിവർ തങ്ങളുടെ സ്വപ്ന സിനിമയെ കാഴ്ചക്കാരന്റെ കൂടി സ്വപ്നങ്ങളാക്കിയിട്ടുണ്ട്. സുജിത് നമ്പ്യാരുടെ തിരക്കഥ നാടോടി കഥ പോലെ മനോഹരമായതിനാൽ തന്നെ കേട്ടുമറന്ന കഥകളിലേതുപോലെ തോൽക്കാത്ത നായകന്മാരെയാണ് കാണിച്ചു തരുന്നത്. ദിബുദിനൻ തോമസിന്റെ സംഗീതം സിനിമയുടെ നാടോടി ആത്മാവിനേക്കാൾ സാഹസികതയ്ക്കും നാടകീയതയ്ക്കുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി എന്നിവരാണ് ടൊവിനോയുടെ നായികമാരായി എത്തുന്നത്. 3 കാലത്തെ 3 നായികന്മാരെ അവതരിപ്പിച്ചപ്പോഴും സുരഭിയുടെ മാണിക്യത്തിന് യൗവനവും വാർദ്ധക്യവും അവതരിപ്പിക്കാനുണ്ട്. മാണിക്യത്തെ സുരഭി തന്റെ കയ്യിൽ ഭദ്രമാക്കിയിട്ടുണ്ട്. നിരവധി വർഷങ്ങൾക്ക് ശേഷം രോഹിണി മുഴുനീള കഥാപാത്രങ്ങളായി വരുന്നു എന്ന പ്രത്യേകതയും ARMനുണ്ട്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും UGM എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സക്കറിയ തോമസുമാണ് അജയന്റെ രണ്ടാം മോഷണം നിർമ്മിച്ചിരിക്കുന്നത്. പറഞ്ഞു തീർക്കേണ്ടതല്ല, കണ്ടറിയേണ്ടതാണ് അജയന്റെ രണ്ടാം മോഷണം. സിനിമ തീരുമ്പോൾ ടൊവിനോ തോമസ് കാഴ്ചക്കാരന്റെ ഹൃദയം കൂടി മോഷിച്ചിരിക്കും.